1982 നവംബർ 1 ജന്മം കൊണ്ട പത്തനംതിട്ടയാണ് കേരളത്തിൽ അവസാനമായി രൂപീകൃതമായ ജില്ല. ആകെ വിസ്തൃതിയായ 2,65,277 ഹെക്ടറിൽ പകുതിയിലധികം ഭാഗമായ 1,55,241 ഹെക്ടർ വനമേഖലയും 80,411 ഹെക്ടർ കൃഷിഭൂമിയുമാണ്. ഇവിടുത്തെ മണ്ണിന്റെ ഘടന കൂടുതലായി ലാറ്ററൈറ്റ് സോയിൽ അഥവാ വെട്ടുകൽ മണ്ണ്, ഹിൽ സോയിൽ അഥവാ മലയോര മണ്ണ്, അപ്പർ കുട്ടനാട് മേഖലയിൽ അലോവിയം സോയിൽ അഥവാ എക്കൽ മണ്ണ് എന്നിങ്ങനെയാണ്. പാരമ്പര്യ കൃഷിരീതികൾ പിന്തുടരുന്ന കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവ് നൽകിക്കൊണ്ട് 1995 മാർച്ച് 28 പത്തനംതിട്ട ജില്ലയിൽ ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ICAR കൃഷി വിജ്ഞാന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിൽ മറ്റ് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതുവഴി കാർഷിക ഉൽപാദന വർധനവും കർഷകർക്ക് വരുമാന വർധനവും സാധ്യമാക്കുകയാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പരമമായ ലക്ഷ്യം. 1974 പുതുച്ചേരിയിൽ ഭാരതത്തിലെ ആദ്യത്തെ കൃഷി വിജ്ഞാന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് ഭാരതത്തിൽ ആകമാനം 720 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 7 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളും ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിലിന് കീഴിൽ 4 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളും സർക്കാർ ഇതര സംഘടനകളുടെ കീഴിലായി 3 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുമാണ് സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നത്. പത്തനംതിട്ട ജില്ലയുടെ കൃഷി വിജ്ഞാന കേന്ദ്രം പ്രവർത്തിക്കുന്നത് മർത്തോമ സഭയുടെ സന്നദ്ധ സേവന വിഭാഗമായ ക്രിസ്ത്യൻ ഏജൻസി ഫോർ റൂറൽ ഡെവലപ്മെന്റ് അഥവാ കാഡിന്റെ ആതിഥേയത്വത്തിലാണ്. മർത്തോമ സഭയുടെ ഭാഗ്യസ്മരണീയനായ അലക്സാണ്ടർ മർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ ദർശനങ്ങളുടെ ഫലമായിരുന്നു ഇത്. 1998 മുതൽ കാഡിന്റെ ആതിഥേയത്വത്തിൽ തെള്ളിയൂർ ഗ്രാമത്തിലെ 27.26 ഹെക്ടർ വിസ്തീർണമുള്ള ഇപ്പോഴത്തെ ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ICAR കൃഷി വിജ്ഞാന കേന്ദ്രം കാട് പ്രവർത്തനം ആരംഭിച്ചിട്ട് 25 വർഷം പിന്നിടുന്നു. പത്തനംതിട്ട ജില്ലയുടെ കൃഷി വിജ്ഞാന കേന്ദ്രം ഇന്ന് 25 വർഷം പിന്നിടുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കർഷകരുടെയും അതുപോലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തെ സ്നേഹിക്കുന്നവരുടെയും ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഒക്കെ ഒരു ആവേശവും ഒരു പ്രതീക്ഷയുമാണ് ഇന്ന് പത്തനംതിട്ട ജില്ലയുടെ കൃഷി വിജ്ഞാന കേന്ദ്രം. I am also happy to note that the KVK has been in the service of
all sectors of farming stakeholders, whether it is young or old, men and women, then poor, marginal and advanced farmers, traditional farming systems, and they have been doing this kind of service with a lot of commitment, dedication and involvement. I am very happy to share my few thoughts on this occasion, and they have a lot to achieve, and I wish everyone in the KVK system, the team KVK Pathanamthitta, all the very best. I take this opportunity to wish Krishi Vigyan Kendra all the best. I appreciate the leadership that is given by Mr. Robert, the director, and all the staff members who are working over here. The Mathematics, through his department called CARD, is proud about Krishi Vigyan Kendra, as Krishi Vigyan Kendra is a national institute here in Pathanamthitta, doing all the research work that is possible through the country and through the advancements of science and technology that we have in these recent times. I am indeed very happy to note that the Krishi Vigyana Kendra KVK in Tellur in Pathanamthitta district, owned and managed by the Marthoma Church, is celebrating its 25th year, that is Silver Jubilee year, in different ways. കാർഷിക രംഗത്ത് ലോകത്തിൻ്റെ മുമ്പിലെത്താൻ പരിശ്രമിക്കുന്ന കേരളത്തിൻ്റെ തിലകക്കുറിയായി രജത ജൂബിലി ആഘോഷിക്കുന്ന ഈ കൃഷിവിജ്ഞാന കേന്ദ്രം അതിന് ശക്തമായ ഒരു നേതൃത്വമായി പ്രവർത്തിക്കുന്നു. In this blessed occasion of celebrating Silver Jubilee, on behalf of CARD, I appreciate the Chief Scientist and Head Dr. C.P. Robert and all the staff and the whole KVK family. All the best wishes. 25 വർഷം പൂർത്തീകരിച്ച് ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന തെള്ളിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രയ്ക്ക് എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു. ഇതര ജില്ലകളും ഇതര സംസ്ഥാനങ്ങളും കടന്ന് മറ്റു രാജ്യങ്ങളിൽ വരെ പ്രവർത്തന മികവ് എത്തിയിരിക്കുന്നു. കർഷകർക്കാവശ്യമായ സാങ്കേതിക വിദ്യകളും നൂതന കൃഷിരീതികളും ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും ആവശ്യക്കാരിൽ എത്തിക്കുക എന്നതാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ പ്രധാന ഉദ്ദേശലക്ഷ്യം. ഉൽപാദന ചിലവ് കുറച്ച് ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ച് അനുയോജ്യമായ വിപണന സാധ്യതകൾ കണ്ടെത്തുകയും തൽഫലമായി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുന്നതിനുമാണ് കൃഷി വിജ്ഞാന കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നെല്ല്, വാഴ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് കൂടുതലായി കൃഷി ചെയ്യപ്പെടുന്ന വിളകൾ. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിരവധി മുൻനിര പ്രദർശനങ്ങളും പങ്കാളിത്ത പരീക്ഷണങ്ങളും നടത്തുകയും കർഷകർക്ക് ആവശ്യമായ ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ നൽകുകയും കൂടാതെ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ പരിചയപ്പെടുത്തി കൊടുക്കുകയും കൃഷിപ്പണികൾ വേഗത്തിലാക്കത്തക്കവണ്ണം രൂപകൽപ്പന ചെയ്ത് വിവിധ ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുകയും മണ്ണ് പരിശോധന അടിസ്ഥാനമാക്കിയുള്ള വളപ്രയോഗത്തെക്കുറിച്ച് കർഷകർക്ക് അവബോധം നൽകുകയും യഥാസമയം കൃത്യമായ ഇടപെടലുകളിലൂടെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഉൽപാദനമെന്ന ആശയം കൃഷി വിജ്ഞാന കേന്ദ്രം പ്രാവർത്തികമാക്കുന്നു. അതിനാൽ തന്നെ ജില്ലയിലെ നെല്ലുൽപാദനത്തിന്റെ തോത് ഹെക്ടറിന് 2.8 ടണ്ണിൽ നിന്നും 3.8 ടണ്ണായി വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു. 2003 മുതൽ പത്തനംതിട്ട ജില്ലയുടെ വിവിധ പാടശേഖരങ്ങളിൽ ഈ ട്രൈക്കോകാർഡിൻ്റെ പ്രയോഗം ഉന്നത പ്രവേശനത്തിലൂടെയും മറ്റും കർഷകരിൽ എത്തിച്ചു കൊടുക്കുന്നു. കർഷകർക്ക് ഒരു അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം പോലും ഇതിനു വേണ്ടിയിട്ടുള്ള രാസപരമായിട്ടുള്ള യാതൊരു കീടനാശിനികളും ഉപയോഗിക്കേണ്ട എന്ന് അവർ പറയുന്നുണ്ട്. 4398 ഹെക്ടറിൽ അധികം സ്ഥലത്ത് വാഴകൃഷി ചെയ്തു വരുന്ന പത്തനംതിട്ട ജില്ലയിൽ കൃഷി വിജ്ഞാന കേന്ദ്രം രൂപപ്പെടുത്തിയ ലോ ഇൻപുട്ട് ഗുഡ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ സിസ്റ്റം അഥവാ ലിഗാപ്സ് എന്ന നൂതന സാങ്കേതിക വിദ്യകൾ ക്രോഡീകരിച്ചുള്ള കൃഷി സമ്പ്രദായം നടപ്പിലാക്കിയതുവഴി ഉൽപാദനക്ഷമത ഹെക്ടറിന് 8.9 ടണ്ണിൽ നിന്നും 20.6 ടണ്ണായി വർദ്ധിപ്പിക്കുവാൻ സാധിച്ചതും അഭിമാനകരമായ നേട്ടമാണ്. കൃഷി വിജ്ഞാന കേന്ദ്രം നടത്തിയ പഠനങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് വാഴ കൃഷിയുടെ ലാഭം ഏകദേശം 70 മുതൽ 120% വരെ വർദ്ധിപ്പിക്കുന്നതിന് ഈ സാങ്കേതികവിദ്യ സഹായിക്കുന്നുണ്ട്. ഇതുകൂടാതെ മറ്റ് അനേകം സാങ്കേതിക വിദ്യകളും കൃഷി വിജ്ഞാന കേന്ദ്രം
വാഴ കൃഷിയിലെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുണ്ട്. കേര കർഷകർക്കും കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഇടപെടൽ മുഖാന്തരം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ എലൈറ്റ് തെങ്ങുംതൈകൾ അഥവാ WCT എന്ന പശ്ചിമ തീര നെടിയ ഇനത്തിന്റെ കാറ്റുവീഴ്ച രോഗത്തെ പ്രതിരോധിക്കുന്ന തെങ്ങുംതൈകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് നൽകി വരുന്നു. കൂടാതെ ചാവക്കാട് പച്ച, ചാവക്കാട് ഓറഞ്ച് എന്നിവയും വിതരണം ചെയ്തു വരുന്നു. ഒരു വർഷം 5000 മുതൽ 6000 തെങ്ങുംതൈകൾ വരെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു. കൃഷിക്കാർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് തെങ്ങ് കയറാൻ. ഇന്ന് തെങ്ങ് കയറ്റക്കാരില്ല. അതുപോലെ തന്നെ തെങ്ങിൻ്റെ മണ്ട ക്ലീൻ ചെയ്ത് അതിനകത്ത് മരുന്നിടാനോ അല്ലെങ്കിൽ കീടങ്ങളെ, പ്രത്യേകിച്ച് തെങ്ങിൻ്റെ കീടങ്ങളായ കൊമ്പൻ ജെല്ലി, ചെമ്പൻ ജെല്ലി ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് വിദഗ്ധ തൊഴിലാളികളില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇതിന് വേണ്ടി ഞങ്ങൾ ഫ്രണ്ട്സ് ഓഫ് കോക്കനട്ട് എന്ന് പറഞ്ഞൊരു പദ്ധതി ഇവിടെ നടപ്പാക്കുകയുണ്ടായി. പ്ലാവ് എന്ന വൃക്ഷത്തിനും ചക്ക എന്ന ഫലത്തിനും സമൂഹത്തിൽ പ്രാധാന്യം ലഭിക്കുന്ന തരത്തിലേക്ക് ഉയർത്തുവാൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് സാധിച്ചു. 2015 ചക്കയുടെ പ്രചരണാർത്ഥം കേരള സർക്കാർ 5 കോടി രൂപ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾക്കായി വകയിരുത്തുകയും ഇതിൽ 1 കോടി രൂപ പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രം സമർപ്പിച്ച പദ്ധതികൾ അംഗീകരിച്ചുകൊണ്ട് അനുവദിക്കുകയുണ്ടായി. തുടർന്ന് പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രം ചക്കയുടെ സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററായി ഉയർത്തപ്പെട്ടു. പ്ലാവ് തൈ ലഭ്യമാക്കുന്നത് മുതൽ ഉൽപാദന നിർമ്മാണ പരിശീലനങ്ങളും വ്യവസായം തുടങ്ങുന്നതിന് ആവശ്യമായ എല്ലാ സാങ്കേതിക സഹായങ്ങളും നൽകി വരുന്നു. ചക്കയെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കുന്നത് വഴി കർഷകർക്ക് നല്ല വില ലഭ്യമാക്കുവാനും പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുവാനും നവസംരംഭകരെ സൃഷ്ടിക്കുവാനും കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് സാധിച്ചു. 1 ഡിസ്ട്രിക്ട് 1 പ്രോഡക്റ്റ് എന്ന ദേശീയ പദ്ധതിയിൽ പത്തനംതിട്ടയുടെ ഉൽപ്പന്നമാക്കി ചക്കയെ മാറ്റുവാൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് കഴിഞ്ഞു. അഗ്രോ പ്രോസസ്സിംഗ് ഇൻക്യുബേഷൻ കം സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്റർ ഫോർ ജാക്ക് ഫ്രൂട്ട് എന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് 5 പ്രൊഡക്ഷൻ ലൈനുകളാണ്, പ്രത്യേകിച്ചും 5 മോഡേൺ പ്രൊഡക്ഷൻ ലൈനുകളാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ സംരക്ഷണം വീടുകളിൽ എന്ന ആശയം മുൻനിർത്തി മൈക്രോ ഗെയിൻസ്, ന്യൂട്രി ഗാർഡൻ, അടുക്കളത്തോട്ടം എന്നിവയെ KVK പ്രോത്സാഹിപ്പിച്ചു വരുന്നു. ആരോഗ്യദായകവും പോഷക സമ്പുഷ്ടവുമായ ആഹാര സാധനങ്ങൾ വീട്ടിൽ നിർമ്മിക്കുവാൻ വേണ്ടതായ കൃഷിരീതികളുടെ പരിശീലനവുമാണ് കൃഷി വിജ്ഞാന കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂട്രീഷൻ ഗാർഡൻ പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 2 വർഷമായിട്ട് ICRന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഗ്രാമാന്തരങ്ങളിൽ ഈ ഒരു കൺസെപ്റ്റ് കൊടുക്കുന്നുണ്ട്. കർഷകർക്ക് മൃഗസംരക്ഷണ മേഖലയിലും നൂതന സാങ്കേതിക വിദ്യകൾ കൃഷി വിജ്ഞാന കേന്ദ്രം പരിചയപ്പെടുത്തിയതുവഴി പാൽ ഉൽപാദനവും ഇറച്ചിക്കായുള്ള ആട് വളർത്തലും വലിയ വിജയം നേടുകയുണ്ടായി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് 60% അധികം വരുമാന വർധനവ് സാധ്യമായി. അത്യുൽപാദന ശേഷിയുള്ള മുട്ടക്കോഴികളായ BV 380, ഗ്രാമശ്രീ തുടങ്ങിയ ഇനത്തിൽപ്പെട്ട കോഴികളെ ലഭ്യമാക്കുന്നതുവഴി കർഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടാനും സാധിച്ചു. പശു വളർത്തൽ, ആട് വളർത്തൽ, കോഴി വളർത്തൽ, കോഴിക്കൂട് നിർമ്മാണം എന്നിവ ആദായകരമാക്കി യുവജനങ്ങളെ ഉൽപാദകരും സംരംഭകരുമാക്കി മാറ്റുവാനും കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് സാധിച്ചു. ഇപ്പോൾ ജില്ലയിൽ 10% കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നത് കൃഷി വിജ്ഞാന കേന്ദ്രമാണ്. അതുവഴി മുട്ട ഉൽപാദനത്തിന്റെ 8% പങ്ക് വഹിക്കുവാൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് സാധിച്ചു. ആട് കർഷകരിൽ കുറേയേറെ പ്രശ്നങ്ങളുണ്ടെന്നും അതിനെ ഫേസ് ചെയ്യുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങളുടെ ഒരു ശ്രമം തുടങ്ങി. ഇതിൽ ഒരു പ്രശ്നമായിരുന്നു വേനൽക്കാലത്ത് കർഷകർ പല ആടുകളെയും നമുക്ക് വിൽക്കുന്നതായിട്ട് കണ്ടിരുന്നു. അന്നേരം ആ ഒരു പ്രശ്നം മാറ്റി അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് ബ്രോയിലർ ആട് വളർത്തൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ജില്ലയിൽ 2017 തൊട്ട് നമ്മൾ ഇത് പല ഫാമുകളിൽ നമ്മളിത് അവലംബിച്ചു. 10ഓളം ഫാമുകളിൽ നമ്മളിത് ട്രൈ ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് ഇതിലേക്ക് നമുക്ക് കിട്ടുന്നത്. ഞാൻ രണ്ട് രീതിയിൽ പരീക്ഷിച്ചു. സാധാരണ രീതിയിൽ നോക്കി ഈ ബ്രോയിലർ സിസ്റ്റത്തിലും വളർത്തി നോക്കിയപ്പോഴൊക്കെ എനിക്ക് ഏതാണ്ട് 7.5 കിലോയുടെ വ്യത്യാസമാണ് 2 ആടുകൾ തമ്മിൽ
നമ്മുടെ സാധാരണ രീതിയിലും മറ്റുള്ള രീതിയുമായിട്ട് വളർത്തിയപ്പോഴേക്ക് എനിക്ക് അനുഭവത്തിൽ വന്നു. മത്സ്യകൃഷിയിൽ വിദഗ്ധരുടെ അഭാവത്തിൽ പോലും കേരള ഫിഷറീസ് വകുപ്പിന്റെയും എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും സഹായത്തോടെ ജില്ലയിലെ കർഷകർക്ക് എല്ലാ ആധുനിക സാങ്കേതിക സഹായങ്ങളും നൽകുന്നു. പ്രത്യേകിച്ച് കൂടു മത്സ്യകൃഷി ജില്ലയിൽ അവതരിപ്പിച്ചതുവഴി കർഷകർക്ക് ലാഭം വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു. KVK കർഷകരെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി വിവിധ മാർഗ്ഗങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ ആയിട്ടാണ് ഓൺ ഫാം ട്രയൽസിലൂടെ നമ്മൾ അവരുടെ പ്രോബ്ലംസ് അവരെ ഫീൽഡിൽ തന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ നമ്മൾ കൺവിൻസ് ചെയ്തിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ടെക്നോളജി ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷനിലൂടെ കൂടുതൽ ഫാമേഴ്സിന് എത്തിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ട്രെയിനിങ്ങിലൂടെയും നമ്മൾ അവരെ പ്രോബ്ലംസിനെ മാക്സിമം റെക്ടിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യും. കുറഞ്ഞ സ്ഥലത്ത് മത്സ്യകൃഷി എന്ന ആശയം അക്വാപോണിക് കൃഷി രീതിയിലൂടെ ജില്ലയിൽ അവതരിപ്പിച്ചതും കൃഷി വിജ്ഞാന കേന്ദ്രമാണ്. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൃഷി വിജ്ഞാന കേന്ദ്രം മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് നിർമ്മിച്ച് അവയുടെ വിപണനവും പ്രചരണവും നടത്തി കർഷകർക്ക് മികച്ച വരുമാനം നേടുവാൻ അവസരമൊരുക്കുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വിവിധ ആശയങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഓപ്പർച്യൂണിറ്റി ലേണിംഗ് സെന്റർ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിവിധ കഴിവുകൾ കണ്ടെത്തി അഭിരുചിക്കനുസരിച്ച് പരിശീലനങ്ങൾ നൽകി അവരുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ ഈ പദ്ധതി കൊണ്ട് സാധിച്ചു. 185 കുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം പരിശീലനം നൽകി ഉൽപാദകരായി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. കാലം ചെയ്ത ജോസഫ് മർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ 80ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് 10 വർഷമായി നടത്തിവരുന്ന പദ്ധതിയാണ് മുകുളം. 15 വിദ്യാലയങ്ങളെ തിരഞ്ഞെടുത്ത് കുട്ടികൾക്ക് കൃഷിയും കൃഷിരീതികളും പരിചയപ്പെടുത്തുന്നതിനൊപ്പം നല്ല ഭക്ഷണ സംസ്കാരവും സ്കൂളിൽ കൃഷിത്തോട്ടങ്ങൾ നിർമ്മിച്ച് കാർഷിക മേഖലയിൽ മുകുളങ്ങൾ സൃഷ്ടിച്ച് പദ്ധതി മുന്നോട്ട് നയിക്കപ്പെടുന്നു. യുവാക്കൾക്കായി ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അട്രാക്ടിംഗ് ആൻഡ് റീറ്റെയിനിങ് യൂത്ത് ഇൻ അഗ്രികൾച്ചർ ആര്യ. 15നും 35നും ഇടയ്ക്കുള്ള യുവാക്കളെ സ്വയം പര്യാപ്തരാക്കുക എന്നതാണ് മുഖ്യ ലക്ഷ്യം. 2019-2020 കാലഘട്ടങ്ങളിലാണ് KVK പത്തനംതിട്ടയ്ക്ക് ഈ പദ്ധതി ലഭ്യമായത്. അട്രാക്ടിങ് ആൻഡ് റീറ്റെയിനിങ് യൂത്ത് ഇൻ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ICRൻ്റെ കൃഷി വിജ്ഞാന കേന്ദ്രം. കേരളത്തിൽ 4 KVKയിൽ സെലക്ട് ചെയ്തതിൽ ഒരു കൃഷി വിജ്ഞാന കേന്ദ്രം നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ കൃഷി വിജ്ഞാന കേന്ദ്രമാണ്. ആര്യയുടെ പ്രോഗ്രാമിൽ പ്രധാനമായിട്ടും 4 കോമ്പനൻസ് ആണ്. ഒന്ന് ഹണി ബേസ്ഡ് ആയിട്ടുള്ള എൻ്റർപ്രണർഷിപ്പ്, അതുപോലെ നഴ്സറി മാനേജ്മെൻറ്റ് ഒരു എൻ്റർപ്രണർഷിപ്പ്, പിന്നെ വാല്യൂ അഡീഷനിൽ ഒരു പ്രോഗ്രാം, പിന്നെ പോൾട്രി ഫാമിങ്ങിൽ ഒരു കോമ്പൻ. കർഷക സമൂഹത്തിൻ്റെ ശാക്തീകരണത്തിനായി കൃഷി വിജ്ഞാന കേന്ദ്രം ഇടനാട് മഷ്റൂം ഗ്രോവൽ സൊസൈറ്റി, 43-ൽ അധികം കാർഷിക കൂട്ടായ്മകൾ, ട്രാവൻകൂർ തേൻ ഉൽപാദക സംഘം, നബാർഡിൻ്റെ സഹായത്താൽ പ്രിമിനൻറ്റ് ഫാം അഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്നിവ രൂപീകരിക്കുകയും കർഷകർക്കും സംരംഭകർക്കും പ്രോത്സാഹനവും സഹായവും നൽകി വരുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ ഒന്നാണ് 27.26 ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഫാം. ഇതിൽ 7 ഏക്കർ സ്ഥലത്ത് റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, പുലാസൻ തുടങ്ങിയ വിദേശ ഫലവൃക്ഷങ്ങളും മാവ്, ജാതി, പേര, മറ്റ് അനവധി ഫലവൃക്ഷങ്ങളും ജൈവവള നിർമ്മാണ മാതൃകകളും കാർഷിക നേഴ്സറികളും പഴം പച്ചക്കറി തോട്ടങ്ങളും ഔഷധ ചെടിത്തോട്ടങ്ങളും പക്ഷിമൃഗാദികളും ഒക്കെയായി പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നു നിൽക്കുന്നു. ഇവിടെ വർഷം തോറും 100,000-ലധികം തൈകൾ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് നൽകി വരുന്നു. കൂടാതെ കാർഷിക പ്രദർശന മാതൃകകൾ കർഷകർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാൻ സഹായകരമായ അസോള, പോളി ഹൗസ് ആൻഡ് റെയിൻ ഷെൽട്ടർ, മഷ്റൂം പ്രൊഡക്ഷൻ, ഓർണമെന്റൽ ഫിഷസ്, ഫ്രഷ് വാട്ടർ ഫിഷസ്, ആട് വളർത്തൽ, കോഴി വളർത്തൽ, എപ്പി കൾച്ചർ, സീറോ എനർജി കൂൾ ചേംബർ, അഗ്രോ സർവീസ് ആൻഡ് ഫാം മെഷീനറി ഫെസിലിറ്റേഷൻ സെന്റർ, കമ്പോസ്റ്റ്, അക്വാപോണിക്സ്, ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്, അർബാസ്കുലർ മൈക്രോ റിസൽ ഫംഗി തുടങ്ങിയവ ഒരുക്കിയിരിക്കുന്നു.
പരിശോധന അടിസ്ഥാനമാക്കിയുള്ള കൃഷിയും വളപ്രയോഗവും നടത്തേണ്ട ആവശ്യകത കർഷകർക്ക് ബോധ്യമാക്കുന്നതിന് KVK പ്രധാന പങ്കുവഹിക്കുന്നു. മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോയിൽ ഹെൽത്ത് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്തു വരുന്നുണ്ട്. മറ്റ് പരിശീലനങ്ങളും ഈ ഒരു ലാബിൽ നിന്നും നമുക്ക് നൽകി വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ വിദ്യാർത്ഥികൾക്കും പഠന ആവശ്യങ്ങൾക്ക് ഈ സോയിൽ ലാബിൻ്റെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. രാസ ഭൗതിക ഗുണങ്ങൾ പരിശോധിച്ച് വളപ്രയോഗത്തിനുള്ള ശുപാർശ നൽകുന്നതുവഴി കർഷകർക്ക് വളത്തിന്റെ ചിലവ് കുറച്ച് ഉൽപാദന ചിലവ് നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു. അതിനായി കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സോയിൽ ആൻഡ് വാട്ടർ ടെസ്റ്റിംഗ് ലാബ്, പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്, മഷ്റൂം സ്പോൺ പ്രൊഡക്ഷൻ ലാബ്, ബയോ കൺട്രോൾ ലാബ്, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ലാബ്, പോൾട്രി ഇൻക്യുബേഷൻ ഹബ്ബ്, അഗ്രോ പ്രോസസിംഗ് ഇൻക്യുബേഷൻ ഹബ്ബ് തുടങ്ങിയവ പ്രവർത്തിച്ചു വരുന്നു. ICAR കൃഷി വിജ്ഞാന കേന്ദ്രം കാട് പ്രധാനമായും പ്രോത്സാഹിപ്പിക്കുന്ന സാങ്കേതിക വിദ്യകൾ ബനാന മാജിക്, വെജിറ്റബിൾ മാജിക്, ജൈവ് പ്ലസ്, ശ്രേയ, നന്മ, സ്യൂഡോമോണാസ്, ട്രൈപ്പോഡർമ, കൗമിൻ ഫോർട്ടെ തുടങ്ങിയവയാണ്. സാങ്കേതിക സഹായം നൽകുന്നതിനൊപ്പം കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിനായി കൃഷി വിജ്ഞാന കേന്ദ്രം ക്യാമ്പസിൽ അഗ്രോ പ്രോഡക്റ്റ് ഡിസ്പ്ലേ സെന്ററും നബാർഡിന്റെ സഹായത്താൽ മുട്ടുമൺ എന്ന സ്ഥലത്ത് ആരംഭിച്ച ഗ്രീൻ ഷോപ്പും പ്രവർത്തിച്ചു വരുന്നു. വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളും കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വിവിധ സാങ്കേതിക ഉൽപ്പന്നങ്ങളും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുകയും ചെയ്തു വരുന്നു. പത്തനംതിട്ട ജില്ലയിൽ കർഷകർക്ക് വേണ്ടുന്നതായ സാങ്കേതിക ഉൽപ്പന്നങ്ങൾ, അത് KVKയിൽ തന്നെ പല യൂണിറ്റുകളിലായി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതായ ഉൽപ്പന്നങ്ങൾ, അത് ജൈവ കീടകുമിൾനാശിനികൾ, ജൈവ വളങ്ങൾ, മൈക്രോ ന്യൂട്രിയൻസ്, വിത്തുകൾ, അതുപോലെ നടീൽ വസ്തുക്കൾ, പച്ചക്കറി തൈകൾ, തെങ്ങിൻ തൈകൾ, അതുപോലെ മുന്തിയ ഇനം കോഴികൾ ഇവിടെ വിവിധ ഇനങ്ങൾ, ഇവയൊക്കെയും നമ്മൾ KVKയിൽ വിവിധ യൂണിറ്റുകളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ അവിടെ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അത് കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു സംവിധാനമാണ് അഗ്രോ പ്രൊഡക്ട്സ് ഡിസ്പ്ലേ സെൻറ്റർ. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഗുണമേന്മ അടിസ്ഥാനമാക്കി വില നിശ്ചയിച്ച് നൽകുവാനുള്ള അവസരവും ഒരുക്കുന്നു. ഇവിടെ ഒരു വർഷം കർഷകരിൽ നിന്നും 5 മുതൽ 6 ടൺ വരെ പഴങ്ങളും പച്ചക്കറികളും വിപണനം നടത്തപ്പെടുന്നു. 83 കർഷകർ ഇതിന്റെ ഗുണഭോക്താക്കളാണ്. കർഷകർക്ക് വേണ്ട സാങ്കേതിക അറിവുകൾ വേഗത്തിൽ അവരിൽ എത്തിക്കുന്നതിനായി സ്പർശം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷനും കൃഷിദൂത് എന്ന പേരിൽ SMS സർവീസും ഒപ്പം www.kvkcard.org എന്ന വെബ്സൈറ്റും KVKയുടെ ഫേസ്ബുക്ക് പേജുകളും നിരവധി വാട്സപ്പ് കൂട്ടായ്മകളും പരിപാലിച്ചു പോരുന്നു. കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുടെ പരിപാടിയിൽ പ്രാധാന്യമുള്ള ഒരു പ്രോഗ്രാമാണ് നോളജ് ആൻഡ് റിസോഴ്സ് സെൻറ്റർ എന്നുള്ളത്. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഡിവിഷനിലൂടെ വിവിധ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ടൂൾസ്, ICT ടൂൾസ് ഉപയോഗിച്ച് കർഷകർക്ക് നൂതന സാങ്കേതിക വിദ്യകളിലൂടെ പുത്തൻ അറിവുകൾ പകർന്നു നൽകുവാൻ കൃഷി വിജ്ഞാന കേന്ദ്രം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. KVKയുടെ യൂട്യൂബ് ചാനൽ വഴി വിവിധ പരിശീലന പരിപാടികൾ കർഷകർക്കായി സംപ്രേഷണം ചെയ്തു വരുന്നു. ഇവയ്ക്കെല്ലാം പുറമെ റേഡിയോ മൈക്ഫാസ്റ്റ് 90.4-ൽ കൃഷിജാലകം എന്ന പരിപാടിയും വിവിധ പത്ര-ദൃശ്യമാധ്യമങ്ങൾ വഴി KVKയുടെ സന്ദേശങ്ങൾ കർഷകരിൽ എത്തിക്കുന്നു. 5000-ൽ പരം കർഷകർ ഇവയുടെ ഗുണഭോക്താക്കളാണ്. രജത ജൂബിലി ആഘോഷിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് കാർഷിക മേഖലയിൽ ജില്ലയിൽ വലിയ മുന്നേറ്റം നടത്തുവാൻ സാധിച്ചു. കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കരുത്തു നൽകുന്നത് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ CP റോബർട്ടിന്റെ നിശ്ചയദാർഢ്യവും നിലപാടുകളുമാണ്. സാങ്കേതിക വൈദഗ്ധ്യത്തെ അടിസ്ഥാനമാക്കി അഗ്രോണമി, അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ, ആനിമൽ സയൻസ്, ഹോം സയൻസ്, ഹോർട്ടികൾച്ചർ, പ്ലാന്റ് പ്രൊട്ടക്ഷൻ, ഫാം ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ, സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ്, ഫിഷറീസ് എന്നീ വിഭാഗങ്ങളിലായി തരംതിരിച്ചുള്ള വിദഗ്ധരുടെ നിസ്വാർത്ഥ സേവനം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വിജയത്തിന് പ്രധാന പങ്കുവഹിക്കുന്നു.
പത്തനംതിട്ട ജില്ലയുടെ സമഗ്ര കാർഷിക പ്രവർത്തനങ്ങളെ ശക്തമായ നിലയിലേക്ക് ഉയർത്തുവാൻ കഴിഞ്ഞ 25 വർഷങ്ങളിലൂടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് കൃഷി വിജ്ഞാന കേന്ദ്രം കാടിന് സാധിച്ചു. 212 മുൻനിര പ്രദർശനങ്ങളും 145 കാർഷിക പങ്കാളിത്ത പരീക്ഷണങ്ങളും 3204 പരിശീലന പരിപാടികളും ഈ കാലയളവിൽ നടത്തുകയുണ്ടായി. 82,734 പേർ വിവിധ പരിശീലനങ്ങളിൽ പങ്കെടുത്ത് പ്രയോജനപ്പെടുത്തി. ഇതുകൂടാതെ 18,619 വിജ്ഞാന വ്യാപന പരിപാടികൾ സംഘടിപ്പിച്ചതിൽ 2,42,093 പേർ പങ്കെടുത്തു. 1,05,610 പേർക്കായി 8,82,689 എണ്ണം വിവിധ നടീൽ വസ്തുക്കൾ, വിത്തിനങ്ങൾ, തൈകൾ, സാങ്കേതിക ഉൽപ്പന്നങ്ങൾ എന്നിവ ലഭ്യമാക്കി. പത്തനംതിട്ട കാർഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ പ്രവർത്തന മികവിന് 2017 ദക്ഷിണേന്ത്യയിലെ മികച്ച കൃഷി വിജ്ഞാന കേന്ദ്രത്തിനുള്ള പുരസ്കാരം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയിൽ നിന്നും സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ CP റോബർട്ടിന് ഏറ്റുവാങ്ങുവാൻ സാധിച്ചു. പുരസ്കാരം KVKയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായി. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു സ്വപ്നം ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് 2030 കൃഷി വിജ്ഞാന കേന്ദ്രം ആക്കിയെടുക്കുക എന്നുള്ളൊരു ശ്രമമുണ്ട്. ആ ഒരു ശ്രമം കർഷകർക്കും അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീഷ്യൽസും KVKയും ചേർത്ത് ഒന്നിച്ചു ചേരാം. ആ സ്വപ്നത്തിൽ നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് പങ്കുവെച്ച് കർഷകന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ കൃഷി വിജ്ഞാന കേന്ദ്ര പ്രവർത്തിക്കാൻ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് സഹായിക്കണം. കർഷകരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ജില്ലയുടെ ഏത് മുക്കിലും മൂലയിലും ഓടിയെത്തുവാനും നിർദ്ദേശങ്ങളും സഹായങ്ങളും നിർലോഭം നൽകുവാനുള്ള കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഓരോ ജീവനക്കാരൻ്റെയും മനസ്സ് കർഷകർക്കും പത്തനംതിട്ട ജില്ലയ്ക്കും തന്നെ മുതൽക്കൂട്ടാവുകയാണ്. സമ്പന്നവും ആരോഗ്യപൂർണവുമായ നല്ല നാളുകൾ സൃഷ്ടിക്കാൻ ICAR കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.